ഭാരതീയ ജ്യോതിഷ വിശ്വാസം അനുസരിച്ച് 27 നക്ഷത്രങ്ങളെ 3 പൊതുവിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ദേവഗണം, മറ്റൊന്ന് അസുരഗണം, ഇനി മൂന്നാമത്തെ ഗണമാണ് മനുഷ്യഗണം. ഈ മനുഷ്യഗണ നക്ഷത്രത്തിൽ ജനിച്ച 9 നക്ഷത്രക്കാരുണ്ട്. അപ്പൊ ഈ മനുഷ്യഗണത്തിൽ ജനിച്ച നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഉത്രം, ഉത്രട്ടാതി, പൂരുട്ടാതി, പൂരം, പൂരാടം, ഉത്രാടം, ഭരണി, രോഹിണി, തിരുവാതിര. ഈ 9 നക്ഷത്രത്തിൽ ജനിച്ചവരാണ് മനുഷ്യഗണത്തിൽ ജനിച്ചവര്. മനുഷ്യഗണത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ മനുഷ്യത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യ സഹജമായ സർവ്വ ഗുണങ്ങളും സർവ്വ വികാരങ്ങളും ഇവരിൽ വിശാലമായി നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ വളരെ പെട്ടെന്ന് അലിയുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. ഏതൊരു വ്യക്തിയെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും കൂടെ നിന്ന് സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. ഈശ്വരവിശ്വാസവും ദൈവഭയവും മറ്റാരെക്കാളും കൂടുതൽ ഇവർക്കുണ്ടായിരിക്കും. ചെയ്യുന്ന ഓരോ കാര്യത്തിലും തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ, ഏതൊരു കാര്യവും വേറിട്ട രീതിയിൽ ചെയ്യുന്നതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ലഭിച്ചത് കൊണ്ട് തൃപ്തി അടയുന്ന ഇവര് പൊങ്ങച്ചം കാണിക്കുന്നതിനോ അഹങ്കാരം കാണിക്കുന്നതിനോ മെനക്കെടാറില്ല. ഇവർക്ക് മറ്റുള്ളവരോട് ശത്രുതയൊന്നും ഇല്ലെങ്കിലും ഇവരോട് പലർക്കും ശത്രുത ഉണ്ടാകും എന്നുള്ളതാണ്. പുറമേ ഗൗരവമൊക്കെ ഉള്ളവരായിട്ട് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുമെങ്കിലും മനസ്സിന്റെ ഉൾത്തട്ടിലെ കുഞ്ഞുങ്ങളുടെ സ്വഭാവമായിരിക്കും. ഇങ്ങനെ മനുഷ്യഗണത്തിൽ ജനിച്ചവരുടെ ഗുണങ്ങൾ ചെറിയൊരു വീഡിയോയിൽ നമുക്ക് ഒതുക്കാൻ സാധിക്കുന്നതല്ല, വളരെ വിശാലമാണ്. വിശദമായൊരു വീഡിയോ ഇതേക്കുറിച്ച് ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്.